ആഹാ, എന്തുവാ മുത്തശ്ശിയുടെ പിള്ളേർ ഇവിടെ നിന്നും ചെയ്യുന്നത്? എന്താ മുത്തശ്ശിക്ക് കണ്ണ് കാണുന്നില്ലേ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്? ഓ, തറുതല പറയാൻ പെണ്ണിന് എന്താ നാവ്? ഇവിടെ നാടി നിന്റെ ഈ കുഞ്ഞു വായിൽ ഇത്രയും വലിയ നാവ് വരുന്നത്? എന്ത് കേട്ടാലും വിളിക്കാൻ രണ്ടെണ്ണവും. എന്തുവാ മുത്തശ്ശി, മുത്തശ്ശിക്ക് എന്തോന്നാ വേണ്ടത്? കുന്തം. എന്താ രണ്ടെണ്ണം ഉണ്ടോ നിന്റെ അടുത്ത് എടുക്കാൻ? അമ്മ, ഞാൻ പോയി പാല് വാങ്ങിച്ചിട്ട് വരാം. എവിടെയാ മോളെ പാല് വാങ്ങാൻ പോകേണ്ടത്? ദാ അമ്മ, ഇവിടെ നിന്ന് 2 വളവ് അപ്പുറത്താണ് പോകേണ്ടത്. ഞാൻ വേഗം പോയി പാല് വാങ്ങിച്ചിട്ട് വരാം. അതെന്താ മോളെ, അവിടെ നിന്ന് ആരുമില്ലേ ഇങ്ങോട്ടേക്ക് പാല് കൊണ്ടുതരാൻ? ഹോ ഇല്ലമ്മ, സാരമില്ല, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അമ്മ വയ്യാത്ത മുട്ടും വെച്ചിട്ട് നടക്കാൻ നിൽക്കണ്ട. ചെറിയമ്മേ, പാത്രം ഇങ്ങട്ടാ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം പാല്. വേണ്ട പിങ്കി മോളെ, നിന്റെ മമ്മി അറിഞ്ഞാലേ നല്ല വഴക്ക് കൊള്ളും എനിക്ക്. കേട്ടോ അവളുടെ ഒരു സ്നേഹം? ഇവിടെ 2 എണ്ണം ഉണ്ട്, എന്തിനു കൊള്ളാം? കേട്ടോടി കുഞ്ഞാറ്റി, അമ്മ പറയുന്നത് അത് നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് അമ്മ പറഞ്ഞത്. അതെ അതെ, ആ പിങ്കി മോളില്ലേ, അവളെ നല്ലത് നമ്മൾ വിടക്കും. ഡി കുഞ്ഞാവേ, അവക്കിട്ട് നമുക്കൊരു പണി കൊടുത്താലോ? അതിനെന്ത് പണിയാടി നമ്മൾ അവൾക്കിട്ട് കൊടുക്കുക? എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്തോന്നാ? ഈ ഐഡിയ പൊളിക്കും. എന്തുവാ രണ്ടും അവിടെ നിന്നും പിറവിറുക്കുന്നത്? ഹേയ്, ഒന്നുമില്ല അമ്മ. അമ്മ, ഞങ്ങൾ 3 പേരും കൂടെ പാല് വാങ്ങാൻ പോകാം. ഞങ്ങൾക്കാകുമ്പോൾ വീടൊക്കെ അറിയാമല്ലോ, ഈ പിങ്കി മോൾക്ക് അത് അറിയില്ലല്ലോ. ഹോ, നല്ല മക്കൾ, എന്നാ വേഗം ചെല്ലി. പിന്നെ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയിട്ടൊരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ നടന്നാൽ വേറൊരു വളവുണ്ട്. ആ വളവിലത്തെ 2ാമത്തെ വീട്ടിലാണ് പാല് വാങ്ങാൻ പോകേണ്ടത്. ഹോ, ഞങ്ങൾക്കറിയാം അമ്മ. അലിയുടെ വീട്ടിലല്ലേ പാല് വാങ്ങാൻ പോകേണ്ടത്? അതെ അതെ, അത് തന്നെ. പോകുമ്പോൾ നിങ്ങൾ നേരെ വഴി കൂടെ തന്നെ പോയാൽ മതി. അതെന്താ മോളെ, വേറെ വഴിയുണ്ട് അവിടത്തേക്ക്? അത് പിന്നെ അമ്മ, അവിടെ ഒരു വളഞ്ഞ വഴിയുണ്ട്. ആ വഴി കൂടെ പോയാലേ അവിടെ കുട്ടിച്ചാത്തനുണ്ട്. എന്തേ കുട്ടിച്ചാത്തനോ? ശരിയാണോ ചെറിയമ്മേ പറഞ്ഞത്? അതെ മോളെ, ആ വഴി പോയാലേ കുട്ടിച്ചാത്തൻ നമ്മളെ പേടിപ്പിക്കും. ആ വഴി ആരും എവിടെയും പോകാറില്ല. ഈ കുഞ്ഞാറ്റക്കും കുഞ്ഞാവക്കും അതറിയാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു പോകണം കേട്ടോ. ശരി അമ്മ. ആ, എന്നാ വേഗം ചെന്ന് പാൽ വാങ്ങിച്ചിട്ട് വാ. ആ പാത്രം ഇങ്ങ് തരൂ ചെറിയമ്മേ. ശ്രദ്ധിച്ചു പോണേ മക്കളെ, അതുപോലെ വേഗം ഇങ്ങ് തിരിച്ചു വരികയും വേണം. ശരി അമ്മ, എന്തിനാ അമ്മ ഞങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ഞങ്ങൾ വേഗം വരും. ഹാ, കൂട്ടത്തിൽ എനിക്ക് നിന്നെയാ പേടി. നീ എന്തെങ്കിലും ഒരു കുറുമ്പ് കാണിക്കാതെ നിൽക്കില്ല. നിന്നോട് ഞാൻ പ്രത്യേകം പറയുന്നു, പിങ്കി മോളെ എങ്ങാൻ പേടിപ്പിച്ചാൽ. ഇല്ല അമ്മ, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ആ, എങ്കിൽ വേഗം പോയിട്ട് വാ. കുഞ്ഞാറ്റെ കുഞ്ഞാവേ, ഇനിയും കുറെ നടക്കാനുണ്ടോ? ഇല്ല പിങ്കി മോളെ, ഇവിടെ നിന്ന് ഒരു വളവും കൂടിയേ ഉള്ളൂ. എങ്കിൽ വേഗം വാ. പിങ്കി മോളെ, നിനക്കൊരു കാര്യം അറിയാമോ? എന്താ കുഞ്ഞാറ്റെ? അമ്മ പറഞ്ഞ കുട്ടിച്ചാത്തൻ കാടില്ലേ, അതൊരു കാടൊന്നുമല്ല. അതൊക്കെ അമ്മ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ്. പേടിപ്പിക്കാനോ? എന്തിനീ? ഏടി മണ്ടൂസേ, നമ്മൾ പാലും വാങ്ങിച്ചിട്ട് വേഗം വീട്ടിലെത്താൻ വേണ്ടിയിട്ടാണ് മമ്മി അങ്ങനെ പറഞ്ഞത്. അവിടെ ഒരു കുട്ടിച്ചാത്തനുമില്ല, ഭൂതവുമില്ല. പിന്നെ പിന്നെ എന്താ അവിടെ ഉള്ളത്? അവിടെ സൂപ്പർ സ്ഥലമാണ്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്, നിറയെ പൂക്കളും പൂമ്പാറ്റകളും ഉള്ള ഒരു സ്ഥലം. അതെ അതെ, എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വഴി അലിയുടെ വീട്ടിൽ പോയാലോ? അയ്യോ വേണ്ട വേണ്ട, ചെറിയമ്മങ്ങാൻ അറിഞ്ഞാലേ പ്രശ്നമാകും. എടി മണ്ടൂസേ, അതിന് ചെറിയമ്മ അറിയാൻ പോകുന്നു നമ്മൾ ആ വഴിയാ പോകുന്നതെന്ന്? നമുക്കാർക്കും പറയാതിരുന്നാൽ പോരെ? നമുക്ക് വേഗം പോയാൽ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് പാലും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാം. എന്താ? അയ്യോ വേണ്ട വേണ്ട, ഞാനില്ല, എനിക്ക് പേടിയാണ്. ഓ, ഇങ്ങനെയും ഒരു പേടി തൂറി. ഞങ്ങളില്ലടി നിന്റെ കൂടെ. വേണ്ട കുഞ്ഞാറ്റെ കുഞ്ഞാവേ, എനിക്ക് പേടിയാണ്. എന്നാ ഒരു കാര്യം ചെയ്, നീ വരണ്ട, ഞങ്ങൾ പോവുകയാണ്. അതെ അതെ, ഞങ്ങൾക്ക് കാണണം ആ കാഴ്ച. വാടി കുഞ്ഞാവേ, നമുക്ക് പോകാം. അയ്യോ, എന്നെ ഇവിടെ തനിച്ചാക്കി പോകല്ലേ, എനിക്ക് പേടിയാണ്. ഹാ, പേടിയാണെങ്കിലേ നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ആ കാട്ടിലെ കാഴ്ചകൾ കണ്ടുപോകാം. ശരി, എന്നാൽ നമുക്ക് വേഗം തിരിച്ച് വീട്ടിലെത്തണം. ആടി പിങ്കി മോളെ, നീ പേടിക്കാതെ, നിനക്ക് ഞങ്ങൾ നിറയെ പൂക്കളെയും പൂമ്പാറ്റകളെയും കാണിച്ചു തരാം. അതുമാത്രമല്ല, അവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട്, നമുക്കതും കാണാം. വെള്ളച്ചാട്ടമോ? അതെ പിങ്കി മോളെ, ആ കാട്ടിനുള്ളിലെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. എന്റെ ചങ്ങാതി പറഞ്ഞിട്ട് എനിക്കറിയാം. ഹായ്, എനിക്ക് വെള്ളച്ചാട്ടം ഇഷ്ടമാണ്. അതല്ലേ ബെടുക്കൂസ നിന്നോട് പറഞ്ഞത്, നമുക്കതൊക്കെ കണ്ടുപോകാമെന്ന്. എങ്കിൽ വേഗം നടക്ക്, സമയം വൈകും. എനിക്കെന്താ സ്ഥലം കണ്ടിട്ട് പേടിയാവുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? പിങ്കി മോളെ, ഇങ്ങനെ പേടിച്ചാലോ? പേടിക്കാതെ മുന്നോട്ടേക്ക് വാ. അതെ, എന്ത് ഭംഗിയുള്ള സ്ഥലമാ. നോക്ക്, ഇവിടെയൊക്കെ നിറയെ മരങ്ങളില്ലേ. നമുക്ക് വെള്ളച്ചാട്ടം കാണണ്ടേ? ഹായ്, വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം കാണണം. പക്ഷേ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇവിടെ ആരുമില്ലല്ലോ നമ്മളെ സഹായിക്കാൻ. ഓ, ഇങ്ങനെയും ഒരു പേടിത്തൊണ്ട് പിങ്കി മോൾ. പിങ്കി മോളെ, ഞങ്ങളില്ലേ കൂടെ, നീ പേടിക്കാതെ മുന്നോട്ടേക്ക് വാ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വിവരം ചെറിയമ്മയ്ക്ക് അറിയില്ലല്ലോ. ചെറിയമ്മയ്ക്ക് എങ്ങാൻ അറിഞ്ഞാൽ നല്ല വഴക്ക് കൊള്ളില്ലേ?
നീ ആയിട്ട് മമ്മിയോട് പറയാണ്ട് നിന്നാ മതി, ഞങ്ങളൊന്നും പറയില്ല. നീ ഇങ്ങോട്ടേക്ക് വാ. നിങ്ങൾ രണ്ടുപേരും ഇതങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത് എന്നെയും കൂടെ കൂട്ടേ. ഡീ, നീ അവിടെ നിന്ന് മാമ നടക്കുന്നത് പോലെ നടക്കാതെ ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വാ. ഹായ്, നോക്കൂ കുഞ്ഞാവേ, ഇതെന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. അതെ കുഞ്ഞാറ്റെ, നമ്മൾ ഇത്രയും കാലം ഈ വെള്ളച്ചാട്ടം കാണാൻ വരാതിരുന്നത് നഷ്ടമായി പോയെന്ന് തോന്നുന്നു. കുഞ്ഞാവേ കുഞ്ഞാറ്റെ, അധികം അടുത്തോട്ട് പോകണ്ട, വെള്ളച്ചാട്ടം കണ്ടില്ലേ, ഇനി വാ നമുക്ക് തിരിച്ചു പോകാം. എന്ത് പറഞ്ഞാലും ഈ പിങ്കിമോൾ തിരിച്ചു പോകാം എന്നാണല്ലോ പറയുന്നത്. അതെ, ഇവിടെ നിന്നും എങ്ങനെ തിരിച്ചു പോകാൻ തോന്നുന്നു? എന്ത് ഭംഗിയുള്ള സ്ഥലമാണിത്, കണ്ടിട്ട് കൊതി തീരുന്നില്ല. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കെന്തോ ആകെ പേടി തോന്നുന്നു. നിങ്ങൾ നോക്ക്, നമ്മൾ എത്ര നേരമായി നടക്കുന്നു, പക്ഷേ ഇവിടെ എങ്ങും ഒരാളെ പോലും കാണുന്നില്ലല്ലോ. എടി പിങ്കിമോളെ, എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് കുറച്ചുകൂടെ കണ്ടിട്ട് പോകാം. ഓ, എന്തോരം ഭംഗിയുള്ള സ്ഥലമാ. എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലം. ഞാനും കണ്ടിട്ടില്ല. അത് തന്നെയാടി പറയുന്നത്. നീ അവിടെ നിന്നും വായും പൊളിച്ച് നിന്നാ ഇതൊന്നും കാണില്ല. ഇങ്ങോട്ടേക്ക് വാ, ഇത് കണ്ട് ആസ്വദിക്കണേ. അയ്യോ, അധികം അടുത്തോട്ടേക്ക് പോകണ്ട, എനിക്ക് പേടിയാണ്. മതി, കണ്ടില്ലേ, വാ, ഇനി നമുക്ക് തിരിച്ചു പോകാം. പ്ലീസ് കുഞ്ഞാവേ, ശരിക്കും എനിക്ക് പേടിയാവുന്നു. ശരി, എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ പൂന്തോട്ടം കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാം. ഹായ്, പൂന്തോട്ടം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ വേണ്ട കുഞ്ഞാവേ, എനിക്കൊന്നും ഇപ്പോൾ കാണണ്ട, ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട്. മതി, വാ, നമുക്ക് തിരിച്ചു പോകാം. ഈ പിങ്കി മോളെയും കുട്ടി ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു. ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് നമ്മളത് കാണാതെ പോക്ക് മോശമല്ലേ? അതെ, പ്ലീസ് പിങ്കി മോളെ, നമുക്ക് അതും കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണത്. ശരി, എങ്കിൽ വേഗം തിരിച്ചു പോകണം. അവിടെ കൂടുതൽ സമയം ചിലവഴിക്കരുത്, വേഗം തിരിച്ചു പോകാം നമുക്ക്. എങ്കിൽ വാ, നമുക്ക് ആ പൂന്തോട്ടത്തിന്റെ ഭാഗത്തോട്ടേക്ക് പോകാം. ഹായ്, നോക്കൂ കുഞ്ഞാവേ, ഇവിടെ എന്തോരം പൂക്കളാ ഉള്ളത്. അതെ, കണ്ടിട്ട് പറിക്കാൻ കൊതിയാവുന്നു. വേണ്ട കുഞ്ഞാവേ, പൂക്കളൊന്നും പറിക്കണ്ട, കാടിന്റെ ഉള്ളിലത്തെ പൂക്കളാണ്, ചിലപ്പോൾ അതിന്മേൽ പുഴുവൊക്കെ ഉണ്ടാകും. പൂ പറിച്ചാലേ നമ്മുടെ ശരീരം ചൊറിയും. ഒന്ന് പോ പിങ്കി മോളെ, വെറുതെ ഓരോന്ന് പറയാണ്ട്. അല്ല, ഞാൻ സത്യമാ പറഞ്ഞത്, മമ്മി പറഞ്ഞിട്ടുണ്ട്. എന്തേ, പൂ പറിച്ചാൽ ചൊറിയുമെന്നോ? ഇങ്ങനെയും ഒരു ബെടുക്കൂസ്. അല്ല കുഞ്ഞാവേ, ഞാൻ ശരിക്കും പറയുന്നതാണ്. നമുക്കറിയാത്ത പൂക്കൾ തൊട്ടാലേ ചിലപ്പോൾ നമ്മുടെ ശരീരം മൊത്തം ചൊറിയും. ഇത് മാത്രമല്ല, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, എന്തോ ഒരു പാലപ്പൂ മണക്കുന്നില്ലേ? പാലപ്പൂവോ? എടി പിങ്കി മോളെ, ഇവിടെ ഒരു ഭൂതവുമില്ല പ്രേതവുമില്ല. നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് നേരത്തെ അതൊക്കെ. എടീ കുഞ്ഞാവേ, അപ്പൊ നിങ്ങൾ എനിക്ക് പണി തന്നതാണല്ലേ? അതെ, നീ അതപ്പടി വിശ്വസിച്ച്. രണ്ടിനും ഞാൻ കാണിച്ചു തരാം, തിരിച്ച് വീട്ടിലെത്തട്ടെ. അപ്പൊ ചെറിയമ്മ പറഞ്ഞ കൂട്ടിച്ചാത്തനുള്ള കാട് ഇതല്ലേ? അതിനതെവിടെയാണെന്ന് ഞങ്ങൾക്കറിയണ്ടേ? അതെ, അങ്ങനെ ഒരു കാട് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. അമ്മ എപ്പോഴും പറയും അതിലോട്ട് പോകരുത്, ഇതിലോട്ട് പോകരുതെന്ന്. അങ്ങനെ ഒരു കുട്ടിച്ചാത്തനെ ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. അതിനിവിടെ നിങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവിടെ ആകെ ഒരു പാലപ്പൂ മണക്കുന്നില്ലേ എന്ന്. എന്തായാലും സാരമില്ല, എനിക്കെന്തോ പേടിയാവുന്നു. മതി, വാ, നമുക്ക് തിരിച്ചു പോകാം. എങ്കിൽ ശരി, വാ, നമുക്ക് തിരിച്ചു പോകാം. തിരിച്ച് വീട്ടിലെത്തട്ടെ, രണ്ടും ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, എന്താണ് ശബ്ദം കേൾക്കുന്നത്? അയ്യോ പിങ്കി മോളെ, ഇവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അയ്യോ കുഞ്ഞാവേ, ഇതാണോ ചെറിയമ്മ പറഞ്ഞ കുട്ടിച്ചാത്തൻ? പേടിപ്പിക്കാതെ പിങ്കി മോളെ, എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണെന്ന്. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. അയ്യോ, ഓടിക്കോ പിങ്കി മോളെ, നീ എന്താ ഓടാതെ അവിടെ തന്നെ നിൽക്കുന്നത്? വേഗം നീ ഓടി വാ. അയ്യോ കുഞ്ഞാവേ, എനിക്ക് പേടിച്ചിട്ട് ഇവിടെ നനങ്ങാൻ പറ്റുന്നില്ല. ഇവളെന്തോ നീ പറയുന്നത്? പിങ്കി മോളെ, ഓടി വാ. സത്യമാ കുഞ്ഞാവേ ഞാൻ പറയുന്നത്, എനിക്ക് പേടിയാവുന്നു. എനിക്കിവിടെ നിന്നും ഒരടി അനങ്ങാൻ പറ്റുന്നില്ല, എന്നെ രക്ഷിക്ക്. എനിക്ക് മമ്മിയുടെ അടുത്ത് പോണം, എനിക്ക് പേടിയാവുന്നു. മമ്മി, ഒന്ന് ഓടി വാ. പിങ്കി മോളെ രക്ഷിക്ക്. മമ്മി. പിങ്കി മോളെ, ഇവിടെ നിന്നും കരയാതെ ഇങ്ങ് ഓടി വാ, നമുക്ക് ഓടി രക്ഷപ്പെടാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന്. പിങ്കി മോളെ, അതൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല, നീ ഇങ്ങോട്ടേക്ക് ഓടി വാ. അതെ, നീ ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. വാ, ഇനി നമുക്ക് ഓടി രക്ഷപ്പെടാം.
പാല് വാങ്ങാൻ തന്ന പാത്രം എവിടെ പോയി? അയ്യോ, അത് അവിടെ ആ കാട്ടിൽ വെച്ച് മറന്നുപോയി. അയ്യോ, ഇനിയിപ്പോ മമ്മിയോട് നമ്മൾ എന്ത് പറയും? മമ്മി ചോദിക്കില്ലേ പാലും പാത്രവും എവിടെയെന്ന്? ശരിയാണല്ലോ, ചെറിയമ്മയോട് നമ്മൾ എന്ത് പറയും? ഒരു കാര്യം ചെയ്യാം, മമ്മിയോട് നമുക്ക് നുണ പറയാം. അലിയുടെ വീട്ടിലെ പാലില്ലാന്ന് പറയാം. അപ്പോൾ പാത്രം എവിടെയെന്ന് ചോദിച്ചാലോ? പാത്രം പാത്രം അത് അവിടെ വെച്ച് മറന്നു എന്ന് പറയാം. എങ്കിൽ വേഗം നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം. നമ്മുടെ പുറകെ വീണ്ടും കുട്ടിച്ചാത്തൻ വന്നാലോ? കുഞ്ഞാറ്റി, ഇനി ശരിക്കും അത് തന്നെയാണോ കുട്ടിച്ചാത്തനുള്ള കാട്? അറിയില്ല പിങ്കി മോളെ, പക്ഷേ ശരിക്കും അത് പ്രേതത്തിന്റെ കാട് പോലെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റെ, നമ്മുടെ വല്യമ്മച്ചി പറഞ്ഞതനുസരിച്ച് അത് തന്നെയാണ് കുട്ടിച്ചാത്തനുള്ള കാട്. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇങ്ങോട്ടൊന്നും വരണ്ട എന്ന്. ചെറിയമ്മ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുമായിരുന്നോ? പിങ്കി മോളെ, നീ വീട്ടിൽ ചെന്ന് മമ്മിയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അതെ അതെ, മമ്മി അറിഞ്ഞാൽ നല്ല തല്ലുകൊള്ളൂ. വേഗം നടക്ക്, നമുക്ക് വീട്ടിലേക്ക് പോകാം. പിങ്കി മോളെ, പിങ്കി മോളെ. അയ്യോ മമ്മി, മമ്മി. പിങ്കി മോളെ, അയ്യോ പിങ്കി മോളെ, നീ എന്താ ഇവിടെ ഒറ്റക്ക് വന്നിരുന്ന് കരയുന്നത്? പിങ്കി മോളെ, നിനക്ക് എന്താ പറ്റിയത്? കുഞ്ഞാവേ, കുഞ്ഞാവേ, എനിക്ക് പേടിയാവുന്നു കുഞ്ഞാവേ. എനിക്ക് മമ്മിയെ കാണണം, എനിക്ക് അപ്പൂസിനെയും കുഞ്ചസിനെയും കാണണം. അയ്യോ പിങ്കി മോളെ, എന്ത് പറ്റി? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? കുട്ടിച്ചാത്തൻ ഇവിടെ വരുമോ കുഞ്ഞാവേ? പിങ്കി മോളെ കുട്ടിച്ചാത്തൻ പിടിച്ചുണ്ടാവുമോ? പിങ്കി മോൾക്ക് പേടിയാവുന്നു കുഞ്ഞാവേ. അയ്യോ പിങ്കി മോളെ, നീ ഇങ്ങനെ പേടിക്കാതെ, ഞങ്ങളില്ല ഇവിടെ. മമ്മി, മമ്മി, പിങ്കി മോളെ കൂട്ട് മമ്മി. അയ്യോ പിങ്കി മോളെ, നീ ഇങ്ങനെ കരയാതെ. നിന്റെ കരച്ചിൽ കേട്ടാൽ മുത്തശ്ശിക്കും അമ്മക്കും എല്ലാം മനസ്സിലാകും. നീ ഇരുട്ടത്തിരിക്കാതെ നീ അകത്തോട്ടേക്ക് വാ. എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്? സന്ധ്യാസമയത്ത് ആരാ അവിടെ നിന്നും കരയുന്നത്? അയ്യോ പിങ്കി മോളെ, ദാ മുത്തശ്ശി വരുന്നു. പിങ്കി മോളെ, പിങ്കി മോളെ, നീയാണോ കരയുന്നത്? അയ്യോ എന്താ എന്താ ഇവിടെ പ്രശ്നം? അയ്യോ കുട്ടിച്ചാത്തൻ. എടി കുഞ്ഞാവേ, ഇത് ഞാനാണ്, കുട്ടിച്ചാത്തനല്ല. പേടിപ്പിക്കാതെ കുഞ്ഞാറ്റെ. അയ്യോ എന്ത് പറ്റി? എന്തിനാ പിങ്കി മോൾ കരയുന്നത്? എടി കുഞ്ഞാറ്റെ, പിങ്കി മോൾ ആകെ പേടിച്ചിട്ടാ ഉള്ളത്. മമ്മി, എനിക്ക് മമ്മിയെ കാണണം. എനിക്ക് പേടിയാവുന്നു. കുട്ടിച്ചാത്തൻ ഇവിടെ വരും. പിങ്കി മോളെ, കുട്ടിച്ചാത്തനൊന്നും വരില്ല. നിന്നോടല്ലേ ഞങ്ങൾ പറയുന്നത്? നീ ഒന്ന് കരയാതിരിക്കി. നീ കരയുന്നതെങ്ങനെ അമ്മ കേട്ട പിന്നെ ആകെ കുഴപ്പമായി. പ്ലീസ് നീ ഒന്ന് കരയാതിരിക്കി. എന്താ എന്താ ഇവിടെ ബഹളം കേൾക്കുന്നത്? അയ്യോ പിങ്കി മോളെ. അയ്യോ കുഞ്ഞാറ്റെ, മുത്തശ്ശി. അയ്യോ പിങ്കി മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്ത് പറ്റി? എന്താ? അയ്യോ എന്താ, നിനക്ക് എവിടെയെങ്കിലും വേദനിച്ചോ? മുത്തശ്ശി, എനിക്ക് മമ്മിയുടെ അടുത്ത് പോണം. എന്തിനാ ഇവിടെ ഇങ്ങനെ കരയുന്നത്? എന്താ, എന്ത് പറ്റിയതാ? സത്യം പറഞ്ഞോണം, രണ്ടിന്റെ കാല് ഞാൻ തള്ളി ഓടിക്കും. സത്യം പറ. അയ്യോ മുത്തശ്ശി, ഞങ്ങളൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെയാണോ ഇവളിങ്ങനെ കരയുന്നത്? സത്യമാ മുത്തശ്ശി, ഞങ്ങളൊന്നും ചെയ്തില്ല. ഈ പിങ്കി മോൾ വെറുതെ കരയുകയാ. പിങ്കി മോളെ, എന്തിനാ മോളിങ്ങനെ കരയുന്നത്? മുത്തശ്ശി, കുട്ടിച്ചാത്തൻ, കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തനോ? എന്താ ഈ കുട്ടി പറയുന്നത്? അയ്യോ മുത്തശ്ശി, കുട്ടിച്ചാത്തൻ വന്ന് എന്നെ വിട്ടുകൊടുക്കല്ലേ മുത്തശ്ശി. എനിക്ക് പേടിയാ. എനിക്ക് മമ്മിയുടെ അടുത്തേക്ക് പോണം മുത്തശ്ശി. പിങ്കി മോളെ, ഇവിടെ കുട്ടിച്ചാത്തനൊന്നുമില്ല. മോൾ എന്തായി പറയുന്നത്? മുത്തശ്ശി, മുത്തശ്ശി എന്നെ രക്ഷിക്കണം. കുട്ടിച്ചാത്തനെ പിങ്കി മോൾക്ക് പേടിയാ. ഇല്ല മോളുസേ, ഇവിടെ കുട്ടിച്ചാത്തനൊന്നുമില്ല. മുത്തശ്ശി പറഞ്ഞില്ലേ, മുത്തശ്ശി ഇല്ല ഇവിടെ. മോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മുത്തശ്ശി, എന്നെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോകുമോ? എനിക്ക് മമ്മിയെ കാണണം. മോളെ, ഈ രാത്രി എങ്ങനെ മമ്മിയുടെ അടുത്ത് പോകും? നാളെ നേരം വെളുക്കട്ടെ, മുത്തശ്ശി കൊണ്ടുപോകാം മോളെ. മോളിപ്പോ കരയാതെ. വേണ്ട, പിങ്കി മോൾക്ക് ഇപ്പൊ പോണം. ഇപ്പൊ മമ്മിയെ കാണണം. പ്ലീസ് മുത്തശ്ശി. മോൾ ഇരുട്ടത്ത് അകത്തോട്ടേക്ക് വാ. വാ, നമുക്ക് അകത്തോട്ടേക്ക് പോകാം. രണ്ടുപേരും ഇങ്ങ് അകത്തോട്ടേക്ക് വാ. നിങ്ങൾ എന്തോ കുറ്റക്കടൊപ്പിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. വാ മോളെ, മുത്തശ്ശിയുടെ കൂടെ അകത്തേക്ക് വാ. കുഞ്ഞാവേ, ഇപ്പൊ മൊത്തം സീനാവുമല്ലോ. അതെ അതെ, ഈ പിങ്കി മോളൊക്കെ ഇപ്പൊ കുളമാക്കും. എന്തായാലും വാ, നമുക്ക് അകത്തോട്ടേക്ക് ചെന്ന് നോക്കാം. പേടിക്കണ്ട പിങ്കി മോളെ, മുത്തശ്ശിയുണ്ട് കൂടെ. ആ നാശം പിടിച്ച പിള്ളേർ എന്തോ പണി ഒപ്പിച്ചത് തന്നെയാണ്. എനിക്കറിയാമത്. രണ്ടിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. മുത്തശ്ശി, മുത്തശ്ശി, കുട്ടിച്ചാത്തൻ വരുമോ? ഇല്ല മോളെ, നീ പേടിക്കാതെ. അയ്യോ അമ്മ, മോൾക്ക് എന്ത് പറ്റിയതാ? മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? പിങ്കി മോളെ, പിങ്കി മോളെ, എഴുന്നേൽക്ക് മോളെ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? പിങ്കി മോളെ. ചെറിയമ്മേ, കുട്ടിച്ചാത്തൻ, കുട്ടിച്ചാത്തൻ എന്നെ വിട്ടുകൊടുക്കരുത് ചെറിയമ്മേ. കുട്ടിച്ചാത്തൻ എന്നെ വിട്ടുകൊടുക്കരുത് ചെറിയമ്മേ. അയ്യോ എന്തായി മോക്ക് പറ്റിയത്? എന്തൊക്കെയാ ഇവളി പറയുന്നത്? എന്താ അമ്മ, എന്താ പ്രശ്നം?
എനിക്കൊന്നും അറിയില്ല മോളെ. സന്ധ്യ ആയാലും തൊട്ട് കുട്ടി ഇങ്ങനെയാണുള്ളത്. എന്താ മോളെ, എന്തെങ്കിലും ഒന്ന് പറ. നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? പിങ്കി മോളെ, പറ മോളെ. സീതെ, നിന്റെ രണ്ട് തലതെറിച്ച പിള്ളേരില്ലേ, ആ പിള്ളേരെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാം എന്താ സംഭവിച്ചതെന്ന്. അവരെവിടെ അമ്മ? കുഞ്ഞാറ്റേ, കുഞ്ഞാവേ, ഇങ്ങോട്ടേക്ക് വരണ്ടു. നിങ്ങൾ എവിടെയാ ഉള്ളത്? ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. കുഞ്ഞാവേ. അയ്യോ അമ്മ, അമ്മ ഞങ്ങളെ വിളിച്ചോ? സത്യം പറഞ്ഞോണം, എന്താ പിങ്കി മോക്ക് പറ്റിയത്? അവൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അയ്യോ അമ്മ, സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല പിങ്കി മോക്ക് എന്താ സംഭവിച്ചതെന്ന്. കുഞ്ഞാറ്റെ, നുണ പറയണ്ട. വൈകുന്നേരം പാല് വാങ്ങാൻ പോയി വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാ. അപ്പം മുതൽ ഇവക്ക് എന്തോ മാറ്റമുണ്ട്. സത്യം പറ, നിങ്ങൾ എന്തോ ഞങ്ങളിൽ നിന്ന് മറക്കുന്നത്? ഈ പിള്ളേരെല്ലാരും കൂടെ വല്ല കുരുത്തക്കടം ഒപ്പിച്ചിട്ട് ഈ കുഞ്ഞിനെ പേടിപ്പിച്ചിട്ടുണ്ടാകും, അതാണ്. അയ്യോ സത്യമായിട്ടുമല്ലമ്മ, ഞങ്ങളൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെ പിന്നെ ഇവൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പേടിച്ചത്? മമ്മി, മമ്മി. അയ്യോ കരയാതെ കുട്ടി, മുത്തശ്ശിയുണ്ട് ഇവിടെ തന്നെ. സത്യം പറയില്ലെങ്കിൽ രണ്ടിന്റെ ചന്തിക്ക് എന്റെ കയ്യിൽ നിന്ന് നല്ല പേട കൊള്ളും. എന്താ, ഞാൻ ചൂരൽ കഷായം എടുക്കണോ? അയ്യോ ചൂരൽ കഷായമോ? വേണ്ടമ്മ. അയ്യോ നോക്ക് സീതെ, മോക്ക് നല്ല പനിയുണ്ടല്ലോ. അയ്യോ അമ്മ, പനിക്കുന്നുണ്ടോ അവക്ക്? സീതെ, നീ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിൽ ചെന്ന് ഒരു പാത്രത്തിൽ വെള്ളം ഒരു വെള്ള തുണിയും എടുത്തു കൊണ്ടുവാ. ശരി അമ്മ. വഴി നിങ്ങോട്ട് മാറ്, രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. പിങ്കി മോളെ, പിങ്കി മോളെ, കരയാതെ എഴുന്നേൽക്ക് പിങ്കി മോളെ. ദാ അമ്മ തുണി. അതിങ്ങോട്ട് കൊണ്ടാ മോളെ. പിങ്കി മോളെ കരയണ്ടട്ടോ, ഇപ്പൊ പനി പോകും. പാവം എന്റെ കുട്ടി. നേരെ വെളുക്കുമ്പോഴത്തേക്കും പിങ്കി മോളെ പനി കുറയോ മുത്തശ്ശി? നിങ്ങൾ രണ്ടുപേരും മിണ്ടി പോകരുത്, നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നേരെ ഒന്നിങ്ങ് വെളുത്തോട്ടെ, രണ്ടിന്റെ കുരുത്തക്കടി ഞാൻ കാണിച്ചു തരാം. അമ്മ, ഞങ്ങളൊന്നും ചെയ്തില്ല അമ്മ. നിങ്ങളൊരു രണ്ടുപേരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. അവളെ കിടന്നൊന്ന് ഉറങ്ങിക്കോട്ടെ. സീതെ, നീ പോകുമ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയേക്ക്. മോളൊന്ന് നന്നായി വിശ്രമിച്ചോട്ടെ. അയ്യോ അയ്യോ, ലൈറ്റ് ഓഫ് ആക്കാനോ? വേണ്ട വേണ്ട, ലൈറ്റ് ഓഫ് ആക്കണ്ട. പിങ്കി മോക്ക് പേടിയാ, കുട്ടിച്ചാത്തൻ വരും. അയ്യോ ലൈറ്റ് ഓഫ് ആക്കണ്ട. മുത്തശ്ശി, മുത്തശ്ശി. അയ്യോ മുത്തശ്ശി, മമ്മിയെ വിളിക്ക്, ലൈറ്റ് ഓഫ് ആക്കണ്ട. ഷോ, എന്തൊക്കെയായി കുട്ടി പിച്ചും പെയ്യും പറയുന്നത്? ഒന്ന് വേഗം നേരം വെളുത്താ മതിയായിരുന്നു. ഇല്ല മോളെ, മോക്ക് പേടിയാണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കുന്നില്ല. മുത്തശ്ശി, മുത്തശ്ശി എവിടെയും പോകണ്ട, പിങ്കി മോളുടെ അടുത്ത് തന്നെ ഇരിക്കുമോ? ആ മോളെ, മുത്തശ്ശി ഇവിടെ തന്നെയുണ്ട്. മുത്തശ്ശി മോളെ വിട്ട് എവിടെയും പോവില്ല, മോളെ കൂടെ തന്നെ ഉണ്ടാകും. സീതെ, നീ പിള്ളേരെ വിളിച്ചോണ്ട് പോയി കിടന്നോ, ഞാൻ മോളെ അടുത്ത് ഇവിടെ കിടന്നോളാം. വേണ്ടമ്മേ, ഞാനും ഇവിടെ നിൽക്കാം. വേണ്ട വേണ്ട, എന്തിനാ എല്ലാരും കൂടെ ഇവിടെ? ഞാനില്ലേ, നീ പോയി കിടന്നോ. നേരം കുറെ ആയില്ലേ, നിങ്ങളുടെ ഓർക്കം കൂടെ കളയണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയി കിടന്നോ. മുത്തശ്ശി, ഞങ്ങളും പിങ്കി മോളുടെ കൂടെ ഇവിടെ കിടന്നോളാം. വേണ്ട മക്കളെ, നിങ്ങൾ പോയി കിടന്നോ, ഞാനില്ലേ ഇവിടെ. അത് കുഴപ്പമില്ല മുത്തശ്ശി, ഞങ്ങളും ഇവിടെ കിടക്കാം. എന്നാ പിള്ളേർ ഇവിടെ കിടന്നോട്ടെ അമ്മ, അതാകുമ്പോൾ അവക്കൊരു കൂട്ടാകില്ലേ. പിങ്കി മോളെ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അമ്മ, ആഹാ, എഴുന്നേറ്റോ കാന്താരി? എന്തുവാ അമ്മ അത്? അതെന്താ അമ്മയുടെ കയ്യിലുള്ളത്? ഇതേ പിങ്കിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അതെന്താ അമ്മ അത്? അപ്പൊ ഞങ്ങൾക്കില്ലേ? ഓ തരാം തരാം, നിനക്ക് തരാതെ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? കൊതിച്ചി പാറു. കുഞ്ഞാവേ, നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? അമ്മ, അമ്മയോട് ഞാൻ എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? എന്താ അമ്മ കാര്യം? സത്യം പറയുന്ന ഒരാളെ കണ്ടാ മതി, വാ തുറന്നാ നീ നുണയല്ലേ പറയൂ. അമ്മ ആദ്യം കാര്യം ചോദിക്ക്, എന്നിട്ടല്ലേ സത്യമോ നുണയോ പറയേണ്ടതെന്ന് നോക്കേണ്ടത്. എങ്കിൽ പറ, ഇന്നലെ ശരിക്കും എന്താ സംഭവിച്ചത്? അയ്യോ അതോ, അതെനിക്കറിയില്ല അമ്മ. നിനക്കതും അറിയാം, അതിന്റെ അപ്പുറവും അറിയാം, പക്ഷെ നീ എന്നോട് പറയാഞ്ഞിട്ടാണ്. അല്ല അമ്മ, ശരിക്കും എനിക്കറിയില്ല. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, നീ വാ തുറന്ന നുണയേ പറയൂ എന്ന്. ഇത് നിനക്ക് തരണോ വേണ്ടയോ എന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. അയ്യോ അമ്മ, അങ്ങനെ പറയാതെ, എനിക്കും തരില്ലേ അത്? അങ്ങനെ വഴിക്ക് വാ, ഇത് തരണമെങ്കിലേ സത്യം പറ. അത് പിന്നെ അമ്മ, ഞാനാ ഇത് അമ്മയോട് പറഞ്ഞതെന്ന് കുഞ്ഞാറ്റോട് പറയുമോ? ഇല്ല, അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള കാര്യമാണ്, എന്താണെങ്കിലും പറ. അത് പിന്നെ ഇന്നലെ ഞങ്ങൾ പാല് വാങ്ങാൻ പോകുമ്പോൾ ഞങ്ങൾ ഇന്നലെ പാല് വാങ്ങാൻ പോയില്ല അമ്മ. എന്ത്, പാല് വാങ്ങാൻ പോയില്ലെന്നോ? പിന്നെ എവിടെയാ നിങ്ങൾ പോയത്? അത് പിന്നെ അമ്മ, ഞങ്ങൾ ഇന്നലെ വെറുതെ പിങ്കി മോക്കൊരു പണി കൊടുക്കാൻ വേണ്ടി പിങ്കി മോളെയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോയി, കുട്ടിച്ചാത്തനുള്ള ആ കാട്ടിലേക്ക്.
എന്തൊക്കെയാ കുഞ്ഞാവേ നീ പറയുന്നത്? സത്യമാണോ? അതെ അമ്മ, അവിടേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ വിചാരിച്ചു അമ്മ എപ്പോഴും കുട്ടിച്ചാത്തനുള്ള കാടിനെ പറ്റി പറയുന്നത് വെറുതെയാണെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടതും ഞങ്ങൾ പേടിച്ചോടി. പിങ്കി മോൾ ഞങ്ങളോട് അപ്പോഴേ പറഞ്ഞു പോണ്ട പോണ്ട എന്ന്. ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ പോയതാണ്. എന്റെ പഠിച്ചോനെ, അത് തന്നെയല്ലേ അവളിങ്ങനെ പേടിച്ചു പോയത്. നിങ്ങളുടെ കുറുമ്പിത്തിരി കൂടുന്നുണ്ട് കേട്ടോ കുഞ്ഞാവേ. അയ്യോ അമ്മ, ഞാൻ മാത്രമല്ല കുഞ്ഞാറ്റയുമില്ലേ. വന്ന് വന്ന് രണ്ടു പേർക്കും ഒരു അനുസരണയും ഇല്ലാതായിട്ടുണ്ട്. പപ്പ ഇങ്ങ് വരട്ടെ, കാണിച്ചു തരാം ഞാൻ. അയ്യോ അമ്മ, പപ്പയോടൊന്നും പറയില്ലേ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകില്ല. സത്യം, അമ്മയാണ് സത്യം. ഇത് കുറെ ആയല്ലോ കേൾക്കുന്നു ഞാൻ. എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞത് അനുസരണ ഇല്ലാത്തവരോട് ഞാൻ കൂട്ടുമില്ല. അയ്യോ അമ്മ, പിണങ്ങി പോവല്ലേ പ്ലീസ് അമ്മ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാകാതിരുന്നാ നിങ്ങൾക്ക് നല്ലത്. നിന്റെ പനി കുറവില്ലേ? ഹോ, പനി കുറവുണ്ട് കുഞ്ഞാവേ, പക്ഷെ നല്ല ക്ഷീണമുണ്ട്. സാരമില്ലാട്ടോ, ഒക്കെ വേഗം റെഡിയാകും. എന്തുവാ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യുന്നത്? ഓ, ഞാൻ പിങ്കി മോളുടെ പനി കുറവുണ്ടോ എന്ന് നോക്കാൻ വന്നതാ. എന്നിട്ടോ അവളുടെ പനി കുറവുണ്ടോ? കുറവുണ്ടെന്ന് അവൾ പറഞ്ഞത്. ഹായ്, നല്ല ഭംഗിയുള്ള വാവ. ഇതെവിടുന്ന് കിട്ടിയതടി? അത് പിന്നെ എന്താടി നിനക്കൊരു പരിങ്ങിക്കളി? ഇതെവിടുന്ന് കിട്ടിയതാ? ഇങ്ങനെ ഒരു കളിക്കുന്ന പാവ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. സത്യം പറ, ഇതെവിടുന്ന് കിട്ടിയതാ നിനക്ക്? നിനക്കിത് അമ്മ വാങ്ങിച്ചു തന്നതാണോ? എനിക്കെങ്ങാനും വാങ്ങിച്ചു തരാണ്ട് നിനക്ക് മാത്രം വാങ്ങിച്ചു തന്നതാണെങ്കിൽ അമ്മയെ ഞാൻ ശരിപ്പെടുത്തു. നോക്കിക്കോ. അയ്യോ അല്ല, ഇതെനിക്ക് അമ്മ വാങ്ങിച്ചു തന്നതല്ല. പിന്നെ ഇതെവിടുന്ന് കിട്ടിയതാ? ഇത് പിങ്കി മോളുടേതാണോ? അയ്യോ, എന്റേതൊന്നുമല്ല. എനിക്കങ്ങനെ ഒരു പാവയൊന്നുമില്ല. ഇത് നിങ്ങൾ ആരുടേതുമല്ല, ഇത് എന്റേത് തന്നെയാ. അതെങ്ങനെ നിന്റേതായി? നിനക്കിത് എവിടുന്ന് കിട്ടിയതാ? ആകാശത്തുനിന്ന് പൊട്ടി മുളച്ചതാണോ? കണ്ടിട്ടിത് പുതിയ പാവയെ പോലെയുണ്ട്. പറ കുഞ്ഞാവേ, ഇത് എവിടുന്ന് കിട്ടിയതാ നിനക്ക്? അത് പിന്നെ ഇത് ഇന്നലെ കിട്ടിയതാണ് എനിക്കിത്. ഇന്നലെ നിനക്കിത് എവിടുന്ന് കിട്ടിയതാ? അത് പിന്നെ ഇന്നലെ നമ്മൾ ആ കാട്ടിൽ പോയില്ലേ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓടുമ്പോൾ ഒരു പാവ കണ്ടു. അത് എടുത്തതാണ് ഞാൻ. എന്നിട്ടത് നിങ്ങൾ ആരും കാണാതെ ഞാൻ ഒളിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ. ആരുടെ പാവയാണെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ വിട്ടു വരാൻ തോന്നിയില്ല, അതുകൊണ്ട് എടുത്തതാണ് ഞാൻ. പ്ലീസ് കുഞ്ഞാറ്റെ, അമ്മയോട് പറയല്ലേ നീ ഇത്. നോക്കട്ടെ പാവേ, ഞാൻ കണ്ടില്ലല്ലോ. ഇതാണ് പാവ. ഹായ്, നല്ല ഭംഗിയുള്ള പാവ. കണ്ടോ, നിനക്കും ഇഷ്ടപ്പെട്ടില്ലേ പിങ്കി പാവേ? അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് ഞാൻ അവിടെ നിന്ന്. എനിക്ക് അവിടെ ഇട്ട് വരാൻ തോന്നിയില്ല, അതുകൊണ്ടാ. അമ്മ എങ്ങാൻ അറിഞ്ഞാൽ നിനക്ക് നല്ല തല്ലുകൊള്ളും. നിന്നോട് അമ്മ പറയാറില്ലേ വേറെ ഒരാളുടെ സാധനം എടുക്കരുതെന്ന്? ഇതിനവിടെ ആരെയും കണ്ടില്ലല്ലോ ഇതിന്റെ അവകാശിയെ. അവിടെ ആരെയും കാണാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതെ എടുത്തത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടേ എടുക്കൂ. എന്നാലും കുഞ്ഞാവേ, വേണ്ടായിരുന്നു. വേറെ ഒരാളുടെ സാധനമല്ലേ. സാരമില്ല കുഞ്ഞാറ്റെ, അവൾ കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ലേ. അതെ കുഞ്ഞാറ്റെ, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. പ്ലീസ് അമ്മയോട് പറയല്ലേ. അമ്മ അറിഞ്ഞാൽ നല്ല തല്ലുകൊള്ളും എനിക്ക്, അതുകൊണ്ടാണ്. പ്ലീസ്. ശരി, ഞാനായിട്ട് അമ്മയോടൊന്നും പറയുന്നില്ല. പക്ഷേ അമ്മ എങ്ങാൻ ഈ പാവയെ കണ്ടാൽ നീ എന്ത് പറയും? അത് പിന്നെ ഈ പാവ പിങ്കിയുടേതാണെന്ന് പറയാം. അയ്യോ, എന്റേതോ? അതെ, നിന്റേതാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സംശയം ഉണ്ടാവില്ല. ശരി. എന്നാലും കുഞ്ഞാവേ, ആ കാട്ടിൽ നിന്ന് കിട്ടിയതായോണ്ട് എനിക്കൊരു പേടി. അതെന്തിനാ? അതൊരു കുട്ടിച്ചാത്തനുള്ള കാടല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള സാധനമൊന്നും നമ്മൾ എടുക്കണ്ടായിരുന്നു. ഈ പാവ എങ്ങനെ അവിടെ വന്നു എന്ന് നമുക്കറിയില്ലല്ലോ. അത് ചിലപ്പോൾ നമ്മളെ പോലെ തന്നെ അറിയാണ്ട് ആരെങ്കിലും ആ കാട്ടിൽ പോയിട്ടുണ്ടാകും. അവരോടങ്ങ് വീണു പോയതായിരിക്കും. അതെ, അങ്ങനെയായിരിക്കും. ഇനി ഈ പാവയെ അന്വേഷിച്ച് ആരെങ്കിലും വരുമോ ഇവിടേക്ക്? അയ്യോ, അങ്ങനെ ആരെങ്കിലും വരുമോ? അതിന് ഈ പാവ ഇവിടെ ഉള്ളതെന്ന് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും വന്നാൽ ഈ കുഞ്ഞാവെ പിടിച്ചു കൊണ്ടുപോകുമോ? ഹേടി മണ്ടൂസേ, നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് വെറുതെ പറയുന്നത് അവൾ. അങ്ങനെയൊന്നും ആരും വരില്ല ഇവിടെ. എന്തായാലും നല്ല ഭംഗിയുള്ള പാവയായത്. നോക്കു കുഞ്ഞാവെ, ഇതിന്റെ കണ്ണിന്റെ ഒരു ഭംഗി. നല്ല നീല കണ്ണുള്ള സുന്ദരി പാവ. ഈ പാവക്കുട്ടിക്ക് ഞാനൊരു പേരിടും. പേരോ? അതെ, നല്ലൊരു പേരിടും ഞാൻ. എന്ത് പേരാടി നീ അതിനിടുക? ഈ പാവക്കുട്ടിയെ ഞാൻ പാറക്കുട്ടിന്ന് വിളിക്കും. ഇതെന്റെ പാറക്കുട്ടിയാണ്. ഞാനാണ് ഇതിന്റെ അമ്മ. പാറക്കുട്ടിന്ന് സൂപ്പർ പേര്. അച്ഛോ, അമ്മയുടെ പാറക്കുട്ടി ഇങ്ങോട്ട് വാ. മക്കളെ, നിങ്ങൾ എന്തെടുക്കുക അവിടുന്ന്? വന്ന് ഭക്ഷണം കഴിക്കേ. നമ്മുടെ അമ്മ വിളിക്കുന്നുണ്ടല്ലോ.
ദാ വരുന്നമ്മ. വാ അമ്മയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. വാ പിങ്കി മോളെ. ദാ വരണോ പാറക്കുട്ടി. അമ്മ വേഗം പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടോ, എന്നിട്ട് നിനക്ക് പാപ്പം തരാം. അച്ചോ കരയണ്ടോ, വേഗം വരാം. അതുവരെ ചക്കരക്കുടം ഇവിടെ തന്നെ കിടന്നോട്ടോ. അയ്യോ, അമ്മയുടെ തക്കുട എന്താക്കുക ഇവിടുന്ന്? ഇതാരാ തക്കുടനെ നിലത്തിട്ടത്? പാറക്കുട്ടി പാറക്കുട്ടി, ഇങ്ങ് വാട ചക്കരെ. അശ്വടാ, തക്കുട പേടിച്ചു പോയോ? അമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അമ്മയുടെ സുന്ദരി വാവ. നമുക്ക് കുളിച്ച് സുന്ദരി കുട്ടിയാവണ്ടേ? അമ്മ മോളെ കുളിപ്പിച്ച് പൊട്ടുകുത്തി മുടിവാരി പുതിയ ഡ്രസ് ഇട്ട് ചാച്ച ഉറക്കി തരാട്ടോ. അയ്യോ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വാട മുത്തേ. കുഞ്ഞാവേ, എടി കുഞ്ഞാവേ. ഷോ, ഇവളെ വിളിച്ചിട്ട് വരെ അറിയുന്നില്ലല്ലോ. കുഞ്ഞാവേ. എന്തു വാടി, എന്തിനാ നീ ഇങ്ങനെ വിളിച്ച് കൂവുന്നത്? ആഹാ, എത്ര സമയമായി ഞാൻ നിന്നെ വിളിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുന്നത് നീ അറിയുന്ന പോലും ഇല്ലല്ലോ. എന്തുവാ ഇവിടെ പരിപാടി? അതോ, ഞാൻ എന്റെ പാറക്കുട്ടിയോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ഇവളെ കുളിപ്പിച്ച് സുന്ദരിയാക്കുന്ന കാര്യം പറയുകയായിരുന്നു. എടി കുഞ്ഞാവേ, നീ ഏത് സമയം നോക്കിയാലും ഈ പാവയും കൊണ്ടാണല്ലോ ഉള്ളത്. ഇത് പാവയല്ല, എന്റെ പാറക്കുട്ടിയാണ്. ഇതിനെ പാവാന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും ഇവളെ പാറക്കുട്ടിയെന്ന് വിളിച്ചാൽ മതി. അല്ലടാ ചക്കരെ? നോക്ക് കുഞ്ഞാറ്റെ, ഇവളുടെ ഒരു ഭംഗി. ആ നീല കണ്ണ് കാണാൻ ഐശ്വര്യറായുടെ കണ്ണ് പോലെയുണ്ട്. കണ്ടില്ലേ, എന്ത് ഭംഗിയുള്ള ഷൂസാണ് ഇവളുടേത്. മതിയടി കുഞ്ഞാവേ, നീ അതിനെ വർണ്ണിച്ച് അതിപ്പോൾ ഇല്ലാണ്ടാവും. നോക്കിക്കോ, ഇന്ന് ഞാൻ ഇവിടെ എന്റെ കൂടെ കിടത്തും. എനിക്കെന്തോ അവളുടെ കണ്ണ് കാണുമ്പോൾ പേടിയാവുന്നത്. അവളുടെ കണ്ണ് കാണുമ്പോഴേ പ്രേതത്തിന്റെ കണ്ണ് പോലെയാ ഉള്ളത്. ഒന്ന് പോടി അവിടുന്ന്, എന്റെ പാറക്കുട്ടിയെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയണ്ട. ഞാൻ പറയേണ്ടത് പറഞ്ഞു, നീ അധികം അതിനെ പുന്നാരിച്ച് നിൽക്കണ്ട. നീ ഞങ്ങളുടെ കൂടെ കളിക്കാനുണ്ടെങ്കിൽ വാ, പിങ്കി മോളുടെ അപ്പത്ത് കാത്തു നിൽക്കുന്നു. ഞാനെങ്ങുമില്ല നിങ്ങളുടെ കൂടെ കളിക്കാൻ. എനിക്ക് കളിക്കാനേ എന്റെ പാറക്കുട്ടിയുണ്ട്. അല്ലടാ ചക്കരെ? എടി കുഞ്ഞാവേ, ഇവളെ നിനക്ക് ഇപ്പൊ കിട്ടിയതല്ലേ, ഞങ്ങൾ തന്നെയല്ലേ നിന്റെ കൂടെ കളിക്കാനുണ്ടായിരുന്നത്. വേണമെങ്കിൽ വന്നോ ഞങ്ങളുടെ കൂടെ കളിക്കാൻ. ഇല്ല, ഞാൻ ആരുടെ കൂടെ കളിക്കാനുമില്ല. അവളും അവളുടെ ഒരു പാറക്കുട്ടിയും. അയ്യോടാ, എന്റെ പാറക്കുട്ടി, നിനക്ക് അവൾ അങ്ങനെ പറഞ്ഞിട്ട് വിഷമമായോ? സാരമില്ലട്ടോ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് കളിക്കാം. എന്താ, സന്തോഷമായോ? വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം. അയ്യോ കുഞ്ഞാറ്റെ, എവിടെ കുഞ്ഞാവാ? അതെന്താ, അവള് കളിക്കാൻ വന്നില്ലേ? ഇല്ല പിങ്കി മോളെ, അവളെ ആ പാവയും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ നിൽപ്പുണ്ട്. പാവയും കെട്ടിപ്പിടിച്ചോണ്ടോ? അതെ പിങ്കി മോളെ, ആ കാട്ടിന് കിട്ടിയില്ലേ ആ പാവ? ആ പാവേൻ്റെ ഓടുണ്ട് ഒന്നും രണ്ടും പറഞ്ഞ് അവൾ അവിടെ കുത്തിരിക്കുന്നു. അവളെ കൂട്ടണ്ട, നമുക്ക് കളിച്ചാലോ? ഷോ, അവളില്ലാണ്ട് കളിക്കാൻ ഒരു രസമുണ്ടാവില്ല. നിനക്കൊന്നുകൂടെ വിളിക്കാമായിരുന്നു അവളെ. അവളെ ഞാൻ 100 തവണ വിളിച്ചതാ, അവൾ വരുന്ന ഒരു ലക്ഷണവുമില്ല. ആ നാശം പിടിച്ച പാവയെ ഒഴിവാക്കിയാലേ അവളെ നമ്മുടെ കൂടെ കളിക്കാൻ കിട്ടൂ. അതിനാ പാവയുണ്ടോ അവൾ കളയുന്നു? ഇല്ല, അവളായിട്ട് ആ പാവയെ കളയില്ല. പക്ഷേ നമുക്കെടുത്ത് കളയാമല്ലോ. അയ്യോ, നമ്മളെടുത്ത് കളയാനോ? അതെ, നമുക്കതിനെ അവൾ കാണാണ്ട് എടുത്ത് കളഞ്ഞു കളയാം. എന്നിട്ട് അവൾ ആ പാവ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടില്ലെന്ന് പറയാം. എന്താ? അങ്ങനെ ചെയ്താൽ അവൾ നമ്മളെ കൂടെ കളിക്കാനുണ്ടാവും. അതിന് നമ്മളാ പാവ എടുത്ത് കളഞ്ഞതെന്ന് അവൾ അറിഞ്ഞാൽ ആകെ കുഴപ്പമാവില്ലേ? എടി മണ്ടൂസേ, അതിന് നമ്മൾ ആ പാവ എടുത്ത് കളഞ്ഞതെന്ന് അവൾ എങ്ങനെ അറിയാനാ? അവൾ നമ്മളോട് ചോദിക്കില്ലേ പാവ എവിടെയെന്നേ? അപ്പം നമ്മൾ കണ്ടില്ലെന്ന് പറയണം. എന്തോ എനിക്ക് പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. പ്ലാനൊക്കെ വർക്കൗട്ട് ആവും, നീ എൻ്റെ കൂടെ നിന്നാ മതി. എന്താ, നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? ഓ, നിന്റെ കൂടെ തന്നെ നിൽക്കാം. അവള് നമ്മുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ, അതാ പറഞ്ഞത്. എങ്കിൽ വാ, നമുക്കേ അവൾ പാവ വെക്കുമ്പോൾ അവിടെ നിന്നും എടുത്തു മാറ്റാം. പാറക്കുട്ടി, ചെല്ലക്കുട്ടി, എന്തുവാ നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പാറക്കുട്ടിയെ, നിന്റെ അഴകുള്ള കണ്ണ് ഈ കുഞ്ഞാവക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നോക്കടി കുഞ്ഞാറ്റെ, അവൾ ഒറ്റയ്ക്ക് ആ പാവയോട് സംസാരിക്കുന്നത്. ആ ലക്ഷണം കെട്ട പാവയെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. നാശം പിടിച്ച പാവ. എടി കുഞ്ഞാറ്റെ, അവൾ ആ പാവയുടെ അടുത്ത് നിന്ന് നീങ്ങുന്നില്ലല്ലോ. ആ പാവയെ എടുത്ത് കളയണമെങ്കിൽ അവൾ അവിടെ നിന്ന് നീങ്ങണ്ടേ? അതെ, ഏത് സമയം നോക്കിയാലും ആ പാവയെ കെട്ടിപ്പിടിച്ചോണ്ട് അവളുടെ നിപ്പ്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ അവളെ എവിടെ നിന്നും ഒഴിവാക്കും? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം,
അവളോട് അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ? ആ, അത് നല്ല ഐഡിയ. അങ്ങനെ പറഞ്ഞാൽ അവൾ ആ പാവയും അവിടെ വെച്ച് അകത്തേക്ക് പോകും. എങ്കിൽ വാ, നമുക്ക് പറയാം. വാ പിങ്കി മോളെ. കുഞ്ഞാവേ, കുഞ്ഞാവേ, നീവിന്റെ പാറക്കുട്ടിയും കൊണ്ട് കളിക്കുമായിരിക്കുമല്ലേ? അതെ കുഞ്ഞാറ്റെ, ഞാനെന്റെ പാറക്കുട്ടിയോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എന്താ കുഞ്ഞാവേ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാത്തത്? ഹോ, എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും താല്പര്യമില്ല. എനിക്കെന്റെ പാറക്കുട്ടിയില്ലേ. കുഞ്ഞാവേ, നീ ഇവളുടെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ ഇവൾക്ക് സങ്കടമാകും. അമ്മ വിളിക്കാനോ? അമ്മ വിളിക്കുന്നത് ഞാൻ കേട്ടില്ലല്ലോ. ആ, നീ കേൾക്കില്ല. ഞാനിപ്പോ കിച്ചണിൽ പോയപ്പോഴേ അമ്മ പറഞ്ഞതാണ് നിന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ. എന്തിനാ അമ്മ വിളിക്കണത്? ആ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. പാല് കുടിക്കാനാണെന്ന് തോന്നുന്നു. അയ്യേ പാലോ? എനിക്കൊന്നും വേണ്ട പാല്. അയ്യേ, പാല് കുടിക്കാനല്ല കുഞ്ഞാവേ, മുട്ട തിന്നാനാണെന്ന് തോന്നുന്നു. അയ്യേ, മുട്ടയോ? മുട്ട എനിക്ക് ഇഷ്ടമേ അല്ല. ഇവിടെ ഇപ്പൊ എന്ത് പറഞ്ഞ അകത്തേക്ക് പറഞ്ഞേക്കുക? അവൾക്ക് ഇഷ്ടമുള്ള എന്ത് ഭക്ഷണമോ ഉള്ളത്? ആ, അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാ. കേക്ക് ഉണ്ടെന്ന് പറഞ്ഞാലോ? അത് പറയാം. അതാകുമ്പോൾ ഓടിക്കോളും അവൾ അകത്തേക്ക്. എന്തോന്നാ രണ്ടുപേരും കൂടെ പറയണത്? കുഞ്ഞാവേ, സത്യം പറഞ്ഞാ നിന്നെ ഞങ്ങൾ പറ്റിച്ചതാണ്. അടുക്കളയിൽ അമ്മ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേക്കോ? ഹായ്, എനിക്ക് വേണം കേക്ക്. ആ, അതാ പറഞ്ഞത്. കേക്ക് വേണമെങ്കിലേ വേഗം അടുക്കളയിലോട്ടേക്ക് ചെല്ല്. നിങ്ങളൊക്കെ കഴിച്ചോ കേക്ക്? ഞങ്ങൾ കഴിച്ചു. എന്നെ കൂട്ടാൻ ഒറ്റയ്ക്ക് കഴിച്ചതാണല്ലേ രണ്ടുപേരും കൂടെ? നിന്നെ ഞങ്ങൾ കുറെ വിളിച്ചു, നീ വരാഞ്ഞിട്ടല്ലേ. വേഗം ചെല്ല്. അശോ, കേക്ക് തീർന്നു പോയോ ആവോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കേക്ക് എന്ന് കേട്ടാൽ അവൾ ഓടുമെന്ന്. എന്തായാലും നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി. ദാ കിടക്കുന്നു അവളുടെ ഒരു പാറക്കുട്ടി. വാടി മിങ്കി മോളെ, ഇതിനെ വലിച്ച് നമുക്ക് ആ തൊടിയിൽ കളയാം. കുഞ്ഞാറ്റെ, അവള് വരുമ്പോഴത്തേക്ക് വേഗം അതിനെ എടുക്ക്. കുഞ്ഞാറ്റെ, അവള് വരുന്നതിന് മുമ്പ് വേഗം അതിനെ എടുത്തോണ്ട് വാ. കണ്ടില്ലേ അവളുടെ ഒരു പാറക്കുട്ടിയെ? അല്ലെങ്കിലും ഈ പാവയുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്ക്. എന്തോ ഒരു കള്ള ലക്ഷണമില്ലേ? എന്തോന്ന് അവൾ ഇതിന്റെ കണ്ണിനെ കൊണ്ട് പറഞ്ഞത്? ഐശ്വര്യ റായുടെ കണ്ണെന്നോ? എടി കുഞ്ഞാറ്റെ, നീ പറഞ്ഞോട് നിൽക്കാണ്ട് ഇങ്ങോട്ടേക്ക് വാ. അവൾ ഇപ്പോൾ ഇങ്ങ് വരും. കുഞ്ഞാറ്റെ, അയ്യോ കുഞ്ഞാവ, രണ്ടുപേരും കൂടെ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചതാണല്ലേ? അത് പിന്നെ എന്താ നിനക്ക് കേക്ക് കിട്ടിയില്ലേ? വീണ്ടും കളവ് പറയുന്നോ? അവിടെ കേക്കുമില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ല. എന്തിനാ നിങ്ങൾ എന്നോട് അങ്ങനെ നുണ പറഞ്ഞത്? എന്റെ പാർക്കുട്ടിയെ കൊണ്ട് കളിക്കാനല്ലേ? അയ്യോ കുഞ്ഞാവേ, നിന്റെ പാർക്കുട്ടിയെ ഞങ്ങളൊന്നും എടുത്തില്ല. എന്റെ സമ്മതം ഇല്ലാണ്ടെങ്കിൽ എന്റെ പാർക്കുട്ടിയെ തൊട്ടുപോയാൽ ഞങ്ങൾക്കാർക്കും വേണ്ട നിന്റെ പാവയെ. അവളുടെ ഒരു പാർക്കുട്ടി. വാടി പിങ്കി മോളെ, നമുക്ക് പോയി കളിക്കാം. രണ്ടുപേരും കൂടെ എന്നെ പറഞ്ഞിട്ട് മെല്ലെ എന്റെ പാർക്കുട്ടിയെ കൊണ്ട് കളിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. വീടില്ല ഞാൻ. പാർക്കുട്ടി, നീ പേടിച്ചു പോയോ? അമ്മ ഇവിടെ തന്നെയുണ്ട് കേട്ടോ. നിന്നെ കൂട്ടാണ്ട് പോയതിൽ നിനക്ക് വിഷമമായിടോ ചക്കര? സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇത്രയും ഭംഗിയിൽ ഇവിടെ ആർക്കും വരക്കാൻ കഴിവില്ല. ആ കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ വരച്ച ചിത്രം കണ്ടിട്ട് പിങ്കിമോളും കുഞ്ഞാവയും എന്തായാലും ഞെട്ടും. കുഞ്ഞാറ്റെ, കുഞ്ഞാറ്റെ, നീ എന്ത് പണിയാണ് ഇവിടെ ചെയ്യുന്നത്? എന്തേ, നിന്റെ മുഖത്ത് കണ്ടില്ലേ? കണ്ടുകൂടെ നിനക്ക് എന്താ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന്? എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കണത്? ഹോ, അവൾ വിവരം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് ഞങ്ങളെ കൂടെ കളിക്കാനും പെയിന്റ് ഒക്കെ സമയമുണ്ടടി. ഇപ്പൊ എന്തോ നിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ ഇവിടെ നിന്ന് പെയിന്റ് അടിക്കുകയാ. എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് വിട്ടോ നീ. ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് പോടുന്നി. ഒരു വലിയ പെയിന്റ് അടിക്കാരി വന്നിരിക്കണോ? ഞാൻ എന്റെ പാർക്കുട്ടിയും കൂടെ കളിക്കാൻ വന്നതാണ്. ആഹാ, ഇവിടെ നിന്നും കളിക്കണ്ട. ഇവിടെ നിന്ന് ഞാൻ കളർ ചെയ്യുകയാണ്. നിനക്ക് എന്തോ ഒരു സ്ഥലമുണ്ട് അപ്പുറത്ത്. അപ്പുറത്തെങ്ങും പോയി കളിച്ചുകൂടെ നിനക്ക്? ഇവിടെ നിന്ന് കളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്റെ ശുപാർശ വേണ്ട കേട്ടോ. കുഞ്ഞാവേ, വെറുതെ തല്ലി പിടിക്കാൻ നീ എന്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കളർ ചെയ്യുന്നതാണ്. എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട നിന്നോടാ പോകാൻ പറഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ നീ മാത്രം ഇവിടെ നിന്നും കളിക്കണ്ട. എനിക്ക് എന്റെ പാർക്കുട്ടിക്കും കൂടെ ഇവിടെ നിന്ന് കളിക്കണം. അവളുടെ ഒരു പാർക്കുട്ടി. ആ നാശം പിടിച്ച പാവയെ ഞാൻ നശിപ്പിച്ച് കളയും. പിന്നെ നശിപ്പിക്കാൻ നീ ഇങ്ങോട്ടേക്ക് വന്നാലും മതി. എന്തോന്നാ അവിടെ? എന്തോന്നാണെന്ന്? ഇതോ കുഞ്ഞാറ്റെ, കുഞ്ഞാവേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്തോന്നാ കുറെ നേരമാല രണ്ടുപേരും കൂടെ തുടങ്ങിയിട്ട്? ചന്തിക്ക് നല്ല പേട കൊള്ളാത്തന്റെ കേടാണ് രണ്ടിനും കൂടെ. കൂടുതൽ വിളിച്ചെടുത്താലുണ്ടല്ലോ ഈ തവി വെച്ചിട്ട് നല്ല ചുട്ട അടികൊള്ളു എന്റെ അടുത്തുനിന്ന് കേട്ടോ. ഏത് നേരം നോക്കിയാലും രണ്ടിനും കൂടെ തല്ലി പിടിക്കാനാണല്ലോ സമയമുള്ളൂ. അമ്മ നോക്കമ്മ, ഞാൻ ഇവിടെ നിന്ന് പെയിന്റ് അടിക്കുകയായിരുന്നു. ഈ കുഞ്ഞാവ വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു.
അല്ലമ്മ, അവൾ വെറുതെ നുണ പറയുക. ഞാനും ഇവിടെ നിന്ന് കളിക്കാൻ വന്നതാണ്. എന്താ പിള്ളേരെ, നിങ്ങളോടാ ഞാൻ പറഞ്ഞത് വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുതെന്ന്. എന്തോന്നാ ഈ റൂമിന്റെ കൊലമാക്കി വെച്ചത്? അവിടെ ഇവിടെ ഓരോ സാധനം വാരി വലിച്ചിട്ടിട്ട് ഞാനുണ്ടല്ലോ ഇവിടെയൊക്കെ നന്നാക്കാൻ. അമ്മ, അതിതാ ഈ കുഞ്ഞാറ്റിയുടെ പണിയാണ്. ഒന്ന് പോടി കുഞ്ഞാവി അവിടുന്ന്. പിങ്കി മോളെവിടെ? നിങ്ങളെ കൂടെ അവളെ കാണുന്നില്ലല്ലോ. അവള് പഠിക്കാനെന്ന് തോന്നമ്മ. ഓഹോ, അവള് പഠിക്കാൻ നിങ്ങൾ കളിക്കാം. ബെസ്റ്റ്. ഇങ്ങനെയും രണ്ട് തലതെറിച്ച പിള്ളേരായി പോയല്ലോ എന്റേത്. മര്യാദയ്ക്ക് രണ്ടുപേരും കൂടെ അവളുടെ കൂടെ പോയിരുന്ന് പഠിച്ചോ, അല്ലെങ്കിൽ തവി വെച്ചിട്ട് നല്ലോണം എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളും. കേട്ടോ? ഓ കേട്ടമ്മ. കേട്ടെങ്കിൽ വേഗം വിട്ടോ. എന്തായാലും പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊള്ളും. ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് രണ്ടുപേർക്കും നല്ല പെടകൊള്ളുന്ന സൗണ്ട് കേട്ടില്ല ഇവിടെ. ഒന്ന് പോടി അവിടുന്ന്. നീ കാരണമാ അമ്മ ഞങ്ങളെ വഴക്ക് പറഞ്ഞത്. ഞാൻ കാരണമോ? അയ്യോ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പഠിക്കുകയല്ലേ. ആ, അത് തന്നെയാ കാരണം. നീ ഇവിടെ നിന്ന് പഠിക്കണത് കണ്ടിട്ടാ അമ്മ ഞങ്ങളെ തല്ലിയത്. അതാണോ? എന്നെ കൂട്ടാണ്ട് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ അവിടെ നിന്ന് പെയിന്റ് കൊടുക്കുകയായിരുന്നു. അതൊക്കെ ഈ കുഞ്ഞാവ വന്ന് കുളമാക്കി. ഞാൻ കുളവും കാലും ഒന്നും മാറ്റിയതല്ല, ഞാനും അവിടെ കളിക്കാൻ തന്നെ വന്നതാണ്. നീയാണ് എന്നെ കളിക്കാൻ വിടാതെ നിന്നത്. അയ്യോ, നിങ്ങൾ വീണ്ടും തല്ല് പിടിക്കാതെ. ചെറിയ മെങ്ങാനും കേട്ടാ പിന്നെ അതും മതി. നിനക്ക് ഞാനും വച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ പാറക്കുട്ടി അവിടെ തനിച്ചാണല്ലോ. ഞാൻ വേഗം പാറക്കുട്ടി എടുത്തിട്ട് വരാം. ഓ, നീ വേഗം ഒന്നും എടുത്തിട്ട് വരണ്ട. നിന്റെ പാറക്കുട്ടിയെ ഞങ്ങൾക്ക് ആർക്കും കാണണ്ട. ഒന്ന് പോടി അവിടുന്ന്. എനിക്കെന്റെ പാറക്കുട്ടി എന്റെ കൂടെ തന്നെ വേണം. കണ്ടില്ല പിങ്കി മോളെ അവളുടെ പാറക്കുട്ടിയോടുള്ള സ്നേഹം? എന്തെങ്കിലും ചെയ്തിട്ട് പാവയെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ലല്ലോ. എന്താണ് അതിനൊരു വഴി? അവള് കാണാണ്ട് അതിനെടുത്ത് ഒഴിവാക്കൽ തന്നെ അതിനുള്ളൊരു വഴിയുള്ളൂ. നമ്മൾ അതിനുള്ള അവസരം നോക്കി നിൽക്കണം. ഇപ്പൊ അവൾ എവിടത്തേക്കാ പോയത്? അവളുടെ ആ പാവ ആ റൂമിലുണ്ട്. അതിനെടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അവള്. എങ്കിൽ വാ, നമുക്കും ചെന്ന് നോക്കാം. അശ്വടാ, പാർക്കുട്ടി, പാർക്കുട്ടി. ധാരാമത്തെ നിന്റെ അമ്മ വന്നുട്ടോ. എന്റെ പൊന്നു മുളത്തെ കൈക്ക് ഇവിടുന്ന് പേടിച്ചു പോയോ? നിന്നെ കൂടെ കൂട്ടാൻ മറന്നു പോയതാടാ മുത്തേ. പേടിക്കണ്ട കേട്ടോ. ദാരി പിങ്കി മോളെ, കണ്ടില്ല അവളുടെ പാവയെ കൊഞ്ചിക്കൽ? കണ്ടു കണ്ടു. ഈ കുഞ്ഞാറ്റെ, നീ വരച്ച ചിത്രം എവിടെ? ദാ അവിടെയുണ്ട്. അയ്യോ, ഞാൻ വരച്ച ചിത്രം എവിടെ പോയി? അതിവിടെ കാണാനില്ലല്ലോ. അല്ല കുഞ്ഞാറ്റെ, നീ തലയോട്ടിയാണോ ചിത്രം വരച്ചത്? തലയോട്ടിയോ? അതെ, നീ കാണാനില്ല അവിടെ ഒരു തലയോട്ടിയുടെ ചിത്രം. അയ്യോ, ഈ ചിത്രം ഞാൻ വരച്ചതല്ല. ഇത് എവിടുന്ന് വന്നു? നീ വരച്ചതല്ലെന്നോ? പിന്നെ ഇത് എവിടുന്ന് വരാനാ? എനിക്കറിയില്ല പിങ്കി മോളെ. ഞാനൊരു കിറ്റിയുടെ ചിത്രമാ വരച്ചത്. അതിവിടെ എവിടെയും കാണുന്നില്ല. പകരമായി തലയോട്ടിയുടെ ചിത്രമാണല്ലോ ഇവിടെ ഉള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു? നിന്നോട് മറന്നു പോയതായിരിക്കും കുഞ്ഞാറ്റെ. നീ ഇതായിരിക്കും വരച്ചത്. സത്യമായിട്ടും അല്ല പിങ്കി മോളെ, ഞാൻ ഇതല്ല വരച്ചത്. ഇതാ കുഞ്ഞാവിയുടെ പണിയായിരിക്കും. ഈ കുഞ്ഞാവേ, നീയാണോ ഈ ചിത്രം വരച്ച് അവിടെ വെച്ചത്? എന്റെ കിറ്റിയുടെ ചിത്രം എവിടെ? ഞാനോ? ഞാനെന്തിനാണ് നിന്റെ ചിത്രം എടുത്ത് കളയുന്നത്? നീ തന്നെ എടുത്ത് കളഞ്ഞത്. പകരം നീയല്ലേ ഈ ചിത്രം അവിടെ വരച്ചു വെച്ചത്? നീ എന്തൊക്കെയാ കുഞ്ഞാറ്റി പറയണത്? ഞാൻ ഇപ്പോൾ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. ആ വന്ന സമയം കൊണ്ട് നീ തന്നെ എന്റെ ചിത്രം എടുത്ത് മാറ്റിയത്. കുഞ്ഞാറ്റെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നിന്റെ ചിത്രം ഒന്നും ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? നീ തന്നെ അത് ചെയ്തതെന്ന് എനിക്കറിയാം. എന്റെ കിറ്റിക്ക് പകരം ഒരു തലയോട്ടി വരച്ചു വെച്ചിരിക്കുന്നു. എടി, അധികം വിളിച്ചിലെടുത്താലുണ്ടല്ലോ നിന്റെ കളറും പെൻസിലും ബുക്കും ഒക്കെ ഞാൻ വലിച്ചെറിഞ്ഞു കളയും. ഞാൻ എന്റെ പാർക്കുട്ടിയുടെ അടുത്ത് വന്നതാണ്, അല്ലാതെ നിന്റെ ചിത്രത്തിന്റെ അടുത്തേക്കല്ല വന്നത്. നീ അല്ലാതെ പിന്നെ ആരാണ് ഇത് ചെയ്തത്? വല്ല പ്രേതവും ഭൂതവുമായിരിക്കും. പ്രേതോ? നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ഇത് പ്രേതം തന്നെ ചെയ്തതാണോ? ഒന്ന് പോടി അവിടുന്ന്. നിനക്കെന്താ വട്ടായോ? ഇത് ഇവിടെ തന്നെ ചെയ്തതാണ്. എടി കുഞ്ഞാറ്റെ, അവൾ ചെയ്തതല്ലെന്നല്ലേ പറയുന്നത്? ഇനി ആ കുട്ടിച്ചാത്തൻ വീണ്ടും ഇവിടത്തേക്ക് വന്നോ? ഇവിടെ ഒരു കുട്ടിച്ചാത്തനും. അബദ്ധം പറ്റിയതാണ് നിന്നെ ആ കാട്ടിൽ കൊണ്ടുപോയത്. അതെ അതെ, അന്ന് തുടങ്ങിയതാണ് അവളുടെ ഒരു കുട്ടിച്ചാത്തന്റെ പേര്. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ മേക്കിട്ട് കയറണ്ട. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ഇതാര് ചെയ്തതാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെ തന്നെ ചെയ്തതാണ്, വേറെ ആരുമല്ല. ഡീ കുഞ്ഞാറ്റേ, നിന്നോടാണ് പറഞ്ഞത് ഞാനല്ല ഞാനല്ല ഞാനല്ലാന്ന്. ഷോ, ഇതെന്തൊരു ശല്യമാണ് പിള്ളേരെയും കൊണ്ട്. ഇപ്പോഴല്ലേ ഞാൻ ഇവിടെ വന്ന് രണ്ടിനെ മൂടിച്ചത്, വീണ്ടും തുടങ്ങിയോ? നോക്കമ്മ, ഈ കുഞ്ഞാറ്റ കളവ് പറയണോ? അല്ലമ്മ, ഈ കുഞ്ഞാവിയാണ് കളവ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? കുറെ നേരമായില്ല തുടങ്ങിയിട്ട്.
നോക്കമ്മ, അമ്മ കണ്ടതല്ലേ ഞാൻ ഇവിടെ നിന്നും കിറ്റിയുടെ ചിത്രം വരച്ചത്? ദാ നോക്ക്, ഇപ്പൊ കിറ്റിയുടെ ചിത്രം തലയൊട്ടിയായി മാറിയിരിക്കുന്നു. ദാ ഈ കുഞ്ഞാവിയുടെ പണിയാണത്. എന്റെ കിറ്റിയുടെ ചിത്രം തിരിച്ചു തരാൻ പറ അമ്മ. അല്ലമ്മ, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ലമ്മ. ഇതൊക്കെ കുഞ്ഞാറ്റ നുണ പറയുകയാണമ്മ. ഇവരല്ലെങ്കിൽ പിന്നെ ആരാ ഈ ചിത്രം ഇവിടെ കൊണ്ടുവച്ചത്? ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചതായിരിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു പണി തന്നിട്ടില്ലേ? എന്താണത്? അത് എന്താണത് പറയാൻ? അത് പിന്നെ പിങ്കിമാളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ. എങ്കിൽ പിന്നെ പോയി ഇരുന്ന് പഠിച്ചുകൂടെ? അയ്യോ അമ്മ, പിച്ചല്ലേ, വേദനിക്കുന്നു. വീടമ്മ, വീട്. അയ്യോ വേദനിക്കുന്നു. വേദനിക്കാൻ വേണ്ടി തന്നെയാടി കുരിപ്പെ പിച്ചത്. അയ്യോ അമ്മ, എന്നെ മാത്രം പിച്ചതെന്താ? കുഞ്ഞാറ്റെ പിച്ചില്ലല്ലോ, അവളും പഠിക്കാൻ പോയില്ലല്ലോ. അയ്യോ അമ്മ, ഞാനെപ്പോഴേ പോയിന്ന് ചോദിച്ചാൽ മതി, ഞാൻ ഇവിടെ ഇല്ല. നിക്കടി കാന്താരി അവിടെ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്.